മേക്കപ്പ് പാത്രം വെച്ച് നിക്ക കൊച്ച്. കുഞ്ഞൂസ് എന്തിനാ പാത്രം വെച്ചേക്കണത്? കറക്കാനാണ് പാവം കൊച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ കർക്കിടവാവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കർക്കിടകവാവിന് ദേ ഈ സാധനങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കുമ്പോഴേക്കും ദേ ഓടി വന്നേക്കാണ് പിള്ളേരൊക്കെ. അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയാവുമെങ്കിലും അതൊന്നും നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പിള്ളേരെയൊക്കെ പിടിച്ച് നിർത്താൻ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ ഇച്ചുവിനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം സ്ഥലം മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. വീട്ടിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മീനാക്ഷിയും ജാനുവും എല്ലാവരും, ജാനുവിന് കുഴപ്പമില്ല കേട്ടോ, മീനാക്ഷിയും ആദ്യത്തേനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്കിതാ അമ്മമ്മ എനിക്ക് വിശക്കണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പണ്ടും ഞങ്ങളും ഇതേമാതിരി തന്നെയായിരുന്നു, ഈ പിള്ളേർ കാണിക്കണമാതിരി തന്നെയായിരുന്നു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടൊക്കെ സ്കൂളുണ്ടായിരുന്നു തോന്നുന്നുണ്ട് കർക്കിടവാവിൻ്റെ സമയത്ത് അല്ലേ. ഇപ്പോഴാണ് ഹോളിഡേ ആക്കിയത് കർക്കിടവാവ്. ആ സമയത്തൊക്കെ സ്കൂളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വരുമ്പോഴേക്കും അമ്മ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ വൈകിട്ട് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തി പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. അത്ര നേരം നമ്മളിത് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക് തന്നെയായിരുന്നു അന്ന് ഞങ്ങൾക്ക്. അപ്പോൾ ഈ പിള്ളേരുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ദേ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ അമ്മ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ഉച്ച 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയത്. ദേ ഉണ്ണിയപ്പം ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അമ്മ പറയുകയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര പാടായ കാരണം നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നാണ്. 3 മണിയായപ്പോഴാണ് തുടങ്ങിയത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ആദ്യം ഈ ഇതിലുണ്ടാക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാറുണ്ട്. ഇപ്പോൾ അതേ സിമ്പിളായിട്ട് നല്ല കുഞ്ഞു ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതേ അടുത്ത സാധനം നമ്മുടെ ഒറോട്ടി എന്നാണ് നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഈ സാധനത്തിന് ഞങ്ങളിവിടെ ഒറോട്ടി എന്ന് പറയണത്. ഞാൻ ഈ കർക്കിടവാവിൻ്റെ സമയത്ത് മാത്രമാണ് ഈ ഒരു സാധനം കേട്ടേക്കണത് കേട്ടോ. അല്ലാത്ത സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഒരു പത്തിരിയില്ലേ കടയിലൊക്കെ കിട്ടണ ആ ഒരു ചായ ഉണ്ടെങ്കിലും അതിൻ്റെ ആ ടേസ്റ്റിൽ എനിക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒറോട്ടിയും പിന്നെ പരിപ്പ് വടയും അടയും അങ്ങനെ 4 സാധനങ്ങളാണ് നമ്മൾ ഈ കർക്കിടവാവിന് സ്ഥിരമായിട്ട് ഉണ്ടാക്കാറ്. അമ്മുമ്മ ഉള്ളപ്പോൾ അമ്മുമ്മയാണ് ഉണ്ടാക്കാറ്. അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ ഉള്ളപ്പോൾ അമ്മുമ്മയും അപ്പൂപ്പനും അമ്മയും എല്ലാവരും കൂടി ഉണ്ടാക്കൂട്ടാം. അപ്പൂപ്പനുണ്ടാവില്ല, അമ്മുമ്മയൊക്കെ കൂടി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഇപ്പം അമ്മയാണ് ഉണ്ടാക്കണത്. അമ്മയും ഞങ്ങൾ വെറുതെ ഹെൽപ്പിന് അവിടെ നിൽക്കുന്നുണ്ട്, ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മയാണ് മെയിൻ കുക്ക് ഞങ്ങളുടെ. അമ്മ നന്നായി ഉണ്ടാക്കും. കൂടിപ്പോയി മനസ്സിലായ മുളകൂല്ല. ഞാൻ ചതച്ച ഇട്ടോട്ടെ നമ്മുടെ ഉള്ളിലൊക്കെ കണ്ടിക്കണം അതിന് വേണ്ടി. നല്ല പരിപ്പൊടിക്ക് സാധനം ഉണ്ടാവുള്ളൂ. വീണ്ടും അരയ്ക്കാൻ പോവാ. അപ്പൊ ആദ്യം ആണ് വെളിച്ചെണ്ണയിലിട്ടാ മതി പരത്തി. അങ്ങനെ അപ്പൊ തന്നെ പരത്തുക ഇടുക. മരുമോൾ മറ്റേ ഒറോട്ടി ഉണ്ടാക്കുന്ന മരുമോൾ. എനിക്ക് പത്തിരി എന്ന് പറയാണോ? പത്തിരി ഉണ്ടാക്കായിരുന്നു അമ്മ. കടയിൽ കിട്ടുന്ന പത്തിരി ഇല്ലാത്തോണ്ട് വീട്ടിൽ കൊണ്ടുവരായിരുന്നു. നീ കിട്ടായിരുന്നോ? എന്നിട്ട് നിനക്ക് കിട്ടിയില്ല? അതെ, ഞാനൊരു പണി എടുക്കാണ്ട് ക്യാമറ കൊണ്ട് എടുക്കാന്ന് പറയാ. പൊറോട്ടി നാളികേരം ജീരകം ഉപ്പും കൂടിയും പിന്നെ അരിപ്പൊടിയും കൂടിയും കുഴച്ച സാധനം അല്ലേ? പൊറോട്ടി ഇങ്ങനെ ഷേപ്പൊന്നും വേണമെന്നില്ല ഒറോട്ടിക്ക്. ഇതാണ് നമ്മുടെ ഒറോട്ടി. ഒറോട്ടി നല്ല
ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. കഴിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സാധനം കേട്ടോ ഈ ഒറോട്ടി. അത്ര ഒരു വികാരമില്ലാത്തൊരു ജീവിയുടെ മാതിരിയാണ് ഈ ഒറോട്ടി. പക്ഷെ പരിപ്പ് വടയൊക്കെ നല്ല എരിവുള്ള നല്ല പരിപ്പ് വടയും നല്ല മധുരമുള്ള അപ്പവും പിന്നെ നല്ല മധുരമുള്ള അടയും ഒക്കെ അടിപൊളിയാണ്. അടയും എനിക്ക് അത്ര പെരുത്ത് ഇഷ്ടമൊന്നുമല്ല. അത് അടയിലത്തെ ഫില്ലിങ്സ്, ഞാൻ പറഞ്ഞ മാതിരി അടയിലത്തെ ഫില്ലിങ്സ് ആണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ ഒറോട്ടി ദേ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ പരിപ്പോടയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതങ്ങോട്ട് ഉരുട്ടി ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് ഇടുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ പരിപ്പോടിയും ഒറോട്ടിയൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് കഴിയും. ഇനി അട ഉണ്ടാക്കണ കാര്യമാണ് കേട്ടോ ഉള്ളത്. എന്ത് പെർഫെക്റ്റ് റൗണ്ടാ ഞാൻ ഉണ്ടാക്കിയത്. ഞാനാ എന്ത് പെർഫെക്റ്റ് ഉണ്ണിയപ്പം ഞാൻ അതെ, ഉണ്ടാക്കി. പെർഫെക്റ്റ് ഉണ്ണിയപ്പം. നല്ല കുഞ്ഞു ഡബിൾ ഡക്കർ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഉണ്ണിയപ്പം, ഉണ്ണിക്കുട്ടൻ. അങ്ങനെ നമ്മുടെ ക്രിസ്പി പരിപ്പോടെ ദേ വെളിച്ചെണ്ണയിൽ കിടന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. ആ കളറ് കാണുമ്പോഴേക്കും നമുക്ക് കൊതിയാവൂലേ. ആ കളറിന് വേണ്ടി നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു. പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ധാരാളം തന്നെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി എരിവുള്ള നല്ല പരിപ്പോടിയായിരുന്നു. ദേ നല്ല പരിപ്പോടെ നല്ല ഭംഗിയിൽ പരത്താൻ നമ്മുടെ വന്ദനയുണ്ട്. വന്ദനയാണ് വലിയ പരത്തലുകാരി. അങ്ങനെ പരിപ്പോടിയും ഒറോട്ടിയൊക്കെ നല്ല റൗണ്ടിൽ അങ്ങോട്ട് പരത്തിയിട്ടുണ്ട്. പിന്നെ അട പരത്തലും വന്ദന തന്നെയാണ് കേട്ടോ എക്സ്പെർട്ട്. എൻ്റെ അമ്മ പരത്താണെങ്കിൽ നല്ല കട്ടിയിലാണ് പരത്തുക. ഇപ്പം വന്ദന ആവുമ്പോൾ നല്ല എന്താ പറയുക നൈസായിട്ട് അവൾക്ക് പരത്താൻ അറിയാം. നല്ല സോഫ്റ്റ് അടയാക്കി ഞാൻ മാറ്റി. പൊടി കുഴച്ച് സോഫ്റ്റ് ആക്കും. കൈ കൊണ്ട് കുഴക്കുകയാണ്. അത് എന്തൊക്കെ അണുക്കൾ. എവിടെ അല്ലെടുക്ക് ആ ഇട്ടില്ല അത് അസിസ്റ്റന്റ്. കുറച്ചും കൂടി ഇത് എന്ത് എനിക്കിഷ്ടമല്ല. ഇത് കത്തിച്ചാ മതി. കത്തിച്ചിട്ടുണ്ട്. ആ അപ്പൊ അതങ്ങോട്ട് വലിയ അതായത് കൈ തൊട്ട് സഹായിക്കാതെ അതും കൂടി കാണിക്കട്ടെ. അട അട കാണിക്ക. നല്ലോണം പരുത്ത് പരുത്തടി അങ്ങട് മറ്റേ റീൽസെടുക്കരുത്. ശക്തിയായിട്ട് പരത്തടി അങ്ങട് നല്ലോണം ശരിക്ക് പരത്തടി. പതുക്കെ പരത്തടി. സൈഡിലേക്ക് സൈഡ് എന്റെ വിരല് ദേ എൻ്റെ ഫേവറേറ്റ് ഫില്ലിങ്സ് അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികമൊന്നും ഇടണ്ട, കുറച്ചങ്ങോട്ട് ബാക്കിയുണ്ടെങ്കിൽ എനിക്കങ്ങോട്ട് കഴിക്കാമായിരുന്നു അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കൊതിയാണ് കേട്ടോ. എന്തായാലും ആ ശർക്കരയും ചില സമയത്ത് ഞാൻ ശർക്കരയും നാളികേരം കൂടിയും വെറുതെ എടുത്ത് തിന്നും. എന്താവോ ഒരു ശീലമായിപ്പോയി. മധുരം ഇങ്ങനെ വെറുതെ കഴിക്കുക. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോ സാധനങ്ങൾ ചിലപ്പോൾ പഞ്ചസാര എടുത്ത് തിന്നും, ചിലപ്പോൾ ശർക്കര, നാളികേരം എൻ്റെ ഫേവറേറ്റ്. ഇടയ്ക്കിടയ്ക്ക് നാളികേരം തിന്നണ ഒരു പണി എനിക്കുണ്ട്. അങ്ങനെ അടയൊക്കെ ഇങ്ങനെ പരത്തി നമ്മുടെ വന്ദന സെറ്റാക്കിയിട്ടുണ്ട്. പിള്ളേരപ്പോഴേക്കും നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ എപ്പോഴാണ് കഴിയാന്നറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിപ്പാണ്. അങ്ങനെ അടയൊക്കെ പരത്തി ഇലയൊക്കെ ഇങ്ങനെ മടക്കാൻ വേണ്ടി പിള്ളേരുകളും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അടയോടുകൂടി നമ്മുടെ പലഹാരപ്പണിയൊക്കെ കഴിയുകയാണ്. അപ്പോൾ അടയും കൂടി വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ സമയം ഉണ്ടാവും കേട്ടോ. ഇപ്പം തന്നെ 6 മണിയായി. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും അടയും വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പൂജിക്കാം അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളെല്ലാവരും മേല് കഴുകാൻ പോവാണ്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താറായി. അപ്പോൾ അടിച്ചു വാരി തുടച്ച് വെയിലൊക്കെ കഴുകിയിട്ട് നമുക്കിനി വിളക്കൊക്കെ കൊളുത്തി പൂജയൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ വേഗം വീട്ടിൽ പോട്ടെ. ബാക്കി ആ ചട്ടി നക്കി തിന്നലായിരുന്നു എൻ്റെ പണി. വീട്ടില് കാർന്നോരാണ് ഇവിടത്തെ കാർന്നോര് ചട്ടി.
അങ്ങനെ എല്ലാവരും മേലൊക്കെ കഴുകി ഇതേ പൂജിക്കാനുള്ള സാധനങ്ങളൊക്കെ അമ്മ പാത്രത്തിലാക്കുന്നുണ്ട്. എന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കാർന്നന്മാർക്ക് വീത് വയ്ക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി വിളക്കൊക്കെ കൊളുത്തി ഭസ്മവും നമ്മുടെ പൂക്കളും ഒക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പൂജിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം പുറത്തിരിക്കാം. അവർ സ്വസ്ഥമായിട്ട് അങ്ങോട്ട് വന്ന് കഴിക്കട്ടെ അല്ലേ. അങ്ങനെ അമ്മ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ പൂജാരി നമ്മുടെ കുട്ടമോനാണ്. അപ്പം കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ പൂജിക്കാം. അവിടെ ഒരാൾ നോക്കി പിന്നിൽ നിൽക്കുന്നുണ്ട്. ഇനി മലരും അവിലും ഒക്കെ ഇട്ട് ഇലയിലൊക്കെ ഇട്ട് ശർക്കരയും പഴമൊക്കെ വെച്ച് നമ്മളുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് അങ്ങോട്ട് പൂജിക്കാം അല്ലേ. ഈ കർക്കിടക വാവ് എന്ന് പറയുന്ന ദിവസം എന്താ പറയുക, നമ്മുടെ സ്വർഗവാതിൽ തുറക്കുന്നാണ് പഴമക്കാർ പറയണത്. ശരിക്കും സ്വർഗവാതിൽ തുറക്കോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല അല്ലേ. സ്വർഗവാതിലൊന്നും തുറന്നില്ലെങ്കിലും ഈ കർക്കിടവാവിൽ നമ്മുടെ കേരളത്തിൽ, അതായത് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ തന്ന് ഇപ്പോഴും ജീവിക്കണ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കണ ദിവസമായിരിക്കും അല്ലേ. അവർക്ക് വേണ്ടി വാവുബലിയൊക്കെ ഇടാറുണ്ട്. പണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ കർക്കിടവാവിൻ്റെ അന്ന് ചേർത്തലയ്ക്ക് പോയിട്ട്, അപ്പൂപ്പൻ്റെ വീട് ചേർത്തലയാണ്, മരത്തോർ വട്ടത്ത് ധന്വന്തരി ക്ഷേത്രം. അവിടെ ഇപ്പോൾ കർക്കിടവാവിന് കുറേ ഭയങ്കര തിരക്കായിരിക്കും. അവിടെ വാവുബലി ഇടാൻ കുറേ ആൾക്കാർ വരും. ധന്വന്തരി സ്വാമിയുടെ നേദ്യവും പിന്നെ നമ്മുടെ താളുകറിയും ഒക്കെ കഴിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ താളുകളുണ്ടാവും കേട്ടോ. അവിടെ കൂട്ടിയിട്ടേക്കാവും, മിഷീനിലൊക്കെയാവും താളരിയുക. അങ്ങനെ കർക്കിടവാവിൻ്റെ ആ സമയത്ത് ഞങ്ങൾ അപ്പൂപ്പൻ്റെ ഒപ്പം, അപ്പൂപ്പനും ഞാനും കൊച്ചന്മാരും എല്ലാവരും കൂടി കാറിൽ അങ്ങോട്ട് പോവും ചേർത്തലയ്ക്ക്. അപ്പോൾ ചേർത്തല പോയി വാവൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും ബലിയൊക്കെ ഇട്ടിട്ട് ഉച്ചയാകുമ്പോഴേക്കും വരും കേട്ടോ. കാണാണ്ടിരിക്കാൻ പറ്റും. ഇനി എല്ലാരും ചൊല്ലിക്കോളൂ. കാണണം, മുത്തശ്ശമ്മൂമ്മേനെ കാണണം. എല്ലാരും പുറത്ത് ആയിട്ട് എവിടെ വന്നിരുന്നേ? കുറച്ചേരം ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. എല്ലാരും അറ്റാക്ക്. ശർക്കര കുഞ്ഞു പറഞ്ഞു വെച്ചേക്കുണ്ട്, കുഞ്ഞു പറഞ്ഞു വെച്ചേക്കുണ്ട്. കൊടുക്കും. അങ്ങനെ നമ്മുടെ കർക്കിടവാവിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞതേ ഉണ്ടാക്കി ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ക്ഷമിച്ച് ഇത്രയും നേരം ഇരുന്നു. ഇനി ദേ നമ്മുടെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ്. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ലവ് യു, ബൈ.
എന്താ guys? Hello guys. Welcome back. അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. Welcome back to my channel.